ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് അടിപൊളി ചിക്കൻ കറി വയ്ക്കുന്ന പോലെ ചൂര മീൻ കറി വയ്ക്കുന്ന വീഡിയോ നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 2 സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവാള 2ആയിട്ട് മുറിച്ചതിന് ശേഷം അത് ഒരിക്കൽ കൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലോ. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ട് ഉള്ള മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഇതിന് എടുക്കുന്നത്. നമ്മുടെ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയുടെ ഇടയ്ക്കുള്ള ഇതൊന്ന് തണ്ടിൻ്റെ ഭാഗത്തുള്ളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളക്, കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളകും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലേ, നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മീനിൽ മുള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയുമ്പോൾ നല്ല ചെറിയ പീസ്. അതിൽ ഒട്ടും തന്നെ മുള്ളൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് മീനിൽ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മീനായ കുറച്ച് പുളിവെള്ളം വേണ്ടേ. ഇതിൻ്റെ പേരിന് കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഇത് ചിക്കൻ കറി പോലെയല്ലേ കാണാനായിട്ട്. അവിടെ ചൂരമീനുള്ള ചിക്കൻ കറിയാനായിട്ട് ചൂരമീൻ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ശരിക്കും അതേപോലെയല്ലേ കാണാനായിട്ട്. നമ്മുടെ ചൂരമീൻ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത്